ഇന്നത്തെ ചിന്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ തന്നെ ദൈവവചനം പറയുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത്. വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്നും ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കേൾക്കുന്ന ദൈവമക്കൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യവും ഉണർവും ഉന്മേഷവും ഹല്ലേലൂയ പ്രോഗ്രസ്സും അത് പ്രാപിപ്പാൻ ഇടയായി തീരും. കാരണം വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് ഫെയ്ത്ത് ഓഫ് എ ഗ്രേറ്റ് വുമൺ. ഹല്ലേലൂയ. ആരും പറഞ്ഞോ ചിന്തിച്ചോ ഉള്ള ആളാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ സ്ത്രീയുടെ വിശ്വാസം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അത് അധികം ഗ്രഹിപ്പാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ അധികവും സ്ത്രീജനങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം ആമേൻ അത് ഒരു പൊടി കൂടെ മുന്നോട്ട് പോകട്ടെ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ഒരു വിശ്വാസത്തെ പറ്റിയാണ്. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് മദർ മാരി. ഹല്ലേലൂയ. ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് മദർ മാരി. അമ്മ മറിയയുടെ വലിയ വിശ്വാസം. അമ്മ മറിയയുടെ വലിയ വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ, കാരണം നമ്മുടെ യേശുവിൻ്റെ അമ്മയാണല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മറിയയെ അമ്മ എന്ന് വിളിക്കാം. ആമേൻ. തെറ്റില്ല. നിങ്ങളും എന്നോട് കൂടെ ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വേദവാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 45. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ ഇംഗ്ലീഷിലും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പറയുന്നത് ആരാണ്? എലിസബത്ത്, അന്നത്തെ മഹാപുരോഹിതനായിരുന്ന സെഖറിയാവിൻ്റെ വൈഫ് അല്ലേ? എലിസബത്ത് മറിയയെ നോക്കി പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് തന്നോട് പറഞ്ഞത് വിശ്വസിച്ച അല്ലേ, തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നാം ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞത്, വാട്ട് എവർ ജീസസ് ഹസ് ടോൾഡ് us, hallelujah, it will be fulfilled. Let us believe like how Mary believed. എന്താണ് മേരി വിശ്വസിച്ചത്? നമുക്ക് വായിക്കാം. Let us turn to Luke chapter 1 verse 31 to 35. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാണ് മറിയയോട് കർത്താവ് പറഞ്ഞത്. ദൂതനിലൂടെയാണ് സംസാരിക്കുന്നത്. അത് അപ്പാടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം മേരിക്ക് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ദൈവവചനം കേൾക്കുന്നവരും വിശ്വാസത്തിൽ വർഷങ്ങൾ വന്നവരുമാണ്. എന്നാൽ മേരിയുടെ സാഹചര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആ സമയത്ത് 400 വർഷമായി ദൈവം കമ്മ്യൂണിക്കേഷൻ ഇല്ല. മലാക്കി കഴിഞ്ഞ് 400 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 ശേഷം ദൈവശബ്ദം ആരും കേട്ടിട്ടില്ല.
2000 വരെ എന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. ആ സമയത്താണ് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയയോട് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ആരായിത്തീരും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യം അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. എങ്ങനെയാണ് ആ കുഞ്ഞിന് ജന്മം നൽകുന്നത്? മുന്നേ അതേപ്പറ്റി കേട്ടുകേൾവിയില്ല, അല്ലേ? 400 വർഷത്തിന് ശേഷമാണ് ദൈവം ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നത് ആദ്യമായിട്ട്. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിനക്കൊരു മകനുണ്ടാകും. അങ്ങനെ ഒരു ചരിത്രം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ആയപ്പോഴും ഒരു പ്രൂഫും ഇല്ലാതിരിക്കുമ്പോഴും മറിയ പറയുകയാണ്, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. മറ്റൊന്നുകൂടെ നമ്മൾ അറിയണം, ഈ എലിസബത്ത് ആരാണോ മേരി അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, എലിസബത്ത് സക്കറിയ പുരോഹിതൻ്റെ ഭാര്യ. ഈ എലിസബത്ത് ഇത് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണ്? അന്നത്തെ പുരോഹിതനായിരുന്ന സക്കറിയാവിനോട് ദൈവം പറഞ്ഞു, ഈ വാർദ്ധക്യകാലത്ത് നിനക്ക് ഒരു മകനുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ പുരോഹിതനായിരുന്ന സക്കറിയാവിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. നമുക്കറിയാമല്ലോ, അതുകൊണ്ട് അവൻ സംസാരിക്കാൻ കഴിയാത്തവനായി. മുന്നേ അതുപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അബ്രഹാം, സാറ, അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഈ പുരോഹിതനായിരിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ദൈവത്തോടും മനുഷ്യനോടും മീഡിയേറ്ററായി നിൽക്കുന്ന ആ പുരോഹിതൻ അത് വിശ്വസിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇവിടെ ഇതാ ഒരു കൊച്ചു ബാലിക വിശ്വസിക്കുകയാണ്. 400 വർഷത്തിന് ശേഷം ദൈവം സംസാരിച്ചു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആമേൻ, ഹല്ലേലൂയ. അതിന് അവൾ പറയുകയാണ്, കർത്താവ് തന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. നമ്മൾ എത്രമാത്രം നമ്മുടെ കർത്താവിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? മേരിയെപ്പോലെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കണ്ട. കർത്താവാണോ പറഞ്ഞിരിക്കുന്നത്? അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോമിസ് മാത്രമല്ല കേട്ടോ, എല്ലാം കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ ഭാഗ്യവാൻ, ഭാഗ്യവതി. ഹല്ലേലൂയ. മറിയ അത് വിശ്വസിച്ചു. മറിയ വിശ്വാസികൾക്ക് ഒരു ഗ്രേറ്റ് മോഡലാണ്. എന്താ ഞാൻ പറയാൻ കാരണം? വിശ്വാസം എന്നത് നമുക്കറിയാം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, റോമൻ ചാപ്റ്റർ 1 verse 17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. For therein is the righteousness of God revealed from faith to faith. It is written, the just shall live by faith. So the righteousness of God revealed, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. എങ്ങനെയാണ് വെളിപ്പെട്ടത്? നമ്മൾ ശ്രദ്ധിക്കണം. ആ വാക്യം നമ്മൾ വളരെ അത് ഗ്രഹിക്കാൻ മനസ്സിലായാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. എങ്ങനെ? ഫെയ്ത്ത് ടു ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നീതി, ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അവൻ എൻ്റെ രക്ഷിതാവാണെന്നും ഞാൻ അവനെ കർത്താവായി സ്വീകരിക്കുന്നു എന്നും നമ്മൾ ഏറ്റവും പാപിയായിരുന്ന സമയത്തും ഞാനും നിങ്ങളും അത് പറഞ്ഞപ്പോൾ വി were justified. ഹല്ലേലൂയ. എന്താണ് വിശ്വസിച്ചത്? യേശു എൻ്റെ കർത്താവാണെന്നും അവൻ എൻ്റെ രക്ഷകനാണെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നീ നീതിമാനായി. ഇനി റിവീൽ, അത് എവിടെ? അതിൽ എന്ന് പറയുന്നത് അതിന് മുന്നേ വായിച്ചാൽ അറിയാം, ദൈവവചനത്തിൽ ഗോസ്പലിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട്, വിശ്വാസം ഹേതു എന്ന് പറയുമ്പം വിശ്വാസം കാരണമായിട്ടാണ് നീതി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഈ നീതി. എന്താണ്? യേശുവിനെ കർത്താവെന്നും അതുപോലെ തന്നെ
രക്ഷിതാവാണെന്നും വിശ്വസിക്കുമ്പോൾ, when we believe that he is the Lord and he is the Savior, we became righteous. Though we went to prison so many times, or we were wretched of all kind, still if you believe that Jesus is the Lord and he is the Savior, you are made righteous. അടുത്ത പദം പറയുകയാണ്, ഫെയ്ത്ത് ടു ഫെയ്ത്ത്. ആ വിശ്വാസം ഇനിയുള്ളത് ആ നീതിമാൻ, ഒരിക്കൽ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച ആ നീതിമാൻ, വിശുദ്ധി പ്രാപിച്ച ആ റൈച്ചിയസ് മാൻ എന്ത് ചെയ്യും? ഹി വിൽ ലീവ് ബൈ ഫെയ്ത്ത്. എവറി ഡേ ഹി വിൽ ലീവ് ബൈ ഫെയ്ത്ത്. സോ വിശ്വാസം, ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. എന്നിട്ടാണ് പറയുന്നത് ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ടായില്ല. യെസ്, ഹി വാസ് മെയ്ഡ് റൈച്ചിയസ്, ബട്ട് ഹിസ് ലൈഫ് ഈസ് എവറി ഡേ ലീവ് ബൈ ഫെയ്ത്ത്. ദാറ്റ് ഈസ് ദ റൈച്ചിയസ്, എ റൈച്ചിയസ് പേഴ്സൺ. മാരിയെ സംബന്ധിച്ചിടത്തോളം ഷീ ബിക്കെയിം റൈച്ചിയസ്. എങ്ങനെയാണ്? മാരി യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് ഒരു വ്യത്യാസമായ രീതിയിലാണോ? അല്ല. ഷീ ഓൾസോ ഗോട്ട് saved or made righteous by believing that എന്താ വിശ്വസിച്ചത്? യേശു കർത്താവാണ്, യേശു രക്ഷകനാണ് എന്ന് വിശ്വസിച്ചു. ആണോ? യെസ്, വായിച്ചാട്ടെ. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 46 and 47. അപ്പോൾ മറിയ പറഞ്ഞു, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹി ഈസ് ദ ലോർഡ്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ എന്റെ രക്ഷിതാവ്, ഹി ഈസ് ദ സേവിയർ. അതുകൊണ്ട് മാരി ബിക്കേം എ റൈച്ചിയസ് പേഴ്സൺ. നമ്മളെപ്പോലെ തന്നെ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് റൈച്ചിയസ് ആവാൻ പറ്റുമോ? മാരിയെ പോലെ ആകാൻ പറ്റുമോ? പറ്റും. ഇഫ് വി ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ് ആൻഡ് ഹി ഈസ് ദ സേവിയർ, ഹല്ലേലൂയ. അപ്പോൾ അവളുടെ ഉള്ളം പാടി പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ രക്ഷകനായ ആ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കുന്നു. അടുത്ത വാക്യം 48. സ്തോത്രം. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാശിച്ചിരിക്കുന്നുവല്ലോ. 46, 47. യെസ്. അപ്പോൾ മറിയ പറഞ്ഞു, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആമേൻ. അപ്പോൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ മെയ്ഡ് റൈച്ചസ്. ഇനി അവിടെ മറിയ ഒരു റൈച്ചിയസ് ആയി. ഇനി ഡിഡ് ഷീ ലീവ് ഹെർ ലൈഫ് ഇൻ ഫെയ്ത്ത് ഓർ ബൈ ഫെയ്ത്ത്? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ മാരി വാസ് മെയ്ഡ് റൈച്ചിയസ്, ബട്ട് ദെൻ ഷീ കനോട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ. ഇനി പലരും അങ്ങനെയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, യെസ് ഡൺ എന്നാണ് മെനി പീപ്പിൾ teach and they believe. But Bible doesn't teach like that. Bible say, my just shall live by faith every day. And what did Mary do? Today I would like to look into 4 different instances where you will see Mary was walking by faith. Amen. And Mary was walking by faith, not like sometimes how we do. She was having great faith. Like how she came to the saving grace. എങ്ങനെ വന്നത്? ഇതുവരെയും കേട്ടിട്ടില്ലാത്ത സമയത്ത്, when nobody was told, there was no past incident, she believed the Holy Spirit can, hallelujah, bring Jesus to her womb. It's awesome. And that young girl just believed. She did not thought about the public shame and problem or anything. She just believed because Jesus told. ഇന്ന് പലർക്കും സ്നാനപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ പലതും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പബ്ലിക്കിനെ നോക്കുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞോ ഇല്ലയോ എന്നതാണ് നമ്മുടെ വിഷയം. അവൻ എന്തെങ്കിലും പറഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യണം? അത് മറിയ അത് വിശ്വസിച്ച പോലെ നമ്മളും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇഫ് വി ക്യാൻ ബിലീവ്, we are made righteous, and this righteous will live by faith. വിശ്വാസത്താൽ അവൻ ജീവിക്കും. തൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും വിശ്വാസത്താൽ ജീവിക്കും. മാരിയുടെ ജീവിതം എക്സാമ്പിൾ പറയുകയാണ്. ആദ്യമായിട്ട് എന്താണ് മാരി ചെയ്തത്? ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 2
18-19, 18 and 19 വായിച്ചോട്ടെ. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. എന്താണ് മാരി ചെയ്യുന്നത്? മാരി ചെയ്യുന്നത്, when many people they heard about Jesus and what Jesus told, അല്ലെങ്കിൽ what people told about Jesus, all these many people heard. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേട്ടവർ എല്ലാവരും, അല്ലേ, and all that heard it wondered at those things which were told them by the shepherds. എല്ലാവരും വണ്ടർ അടിച്ചു എന്ന് പറയുമ്പോൾ മേരിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, what she did, she pondered, അവളുടെ ഹൃദയത്തിൽ, സ്തോത്രം, ഇതൊരു കുഞ്ഞു കുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്, ഒരു രാജാവ് പിറന്നു എന്നാണ് ദൂതന്മാർ പറഞ്ഞത്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. ഒരു കുഞ്ഞാ ജനിച്ചിരിക്കുന്നത്. That doesn't matter until the baby become a king. She pondered in her heart. When the right time come, she will come up. Amen. യേശു അല്ലെങ്കിൽ ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലതും ഉപേക്ഷിച്ചു. But Mary was not like that. Mary was pondering everything that Jesus told, or the prophets told about Jesus. Everything she pondered in her heart. Hallelujah. And when the right time come, നോക്കണം, അത് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ. അതും മേരി അത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ആളുകളൊന്നും അല്ല. മേരി ആൻഡ് ജോസഫ്, അവർക്ക് ജനിച്ചവൻ ആരാകുന്നു? രാജാവാകുമെന്ന് പറഞ്ഞപ്പോഴും എന്ത് ചെയ്തു? ഷി പോണ്ടർ ഇൻ ഹർ ഹാർട്ട്. ഹല്ലേലൂയ. ഇനി അതിൻ്റെ തന്നെ 49, 50, 51 വാക്യങ്ങൾ വായിച്ചോട്ടെ. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് ഇൻസിഡന്റ് നമുക്കറിയാമല്ലോ. 12 വയസ്സുള്ളപ്പോൾ ആലയത്തിലെ പുരോഹിതന്മാരൊക്കെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പനും അമ്മയും മകനെ തേടി കണ്ടില്ല. പിന്നീട് തിരിച്ചു ചെന്നപ്പോഴാണ് അവരെ പഠിപ്പിക്കുന്നത് കണ്ടത്. ആ സമയത്ത് പറഞ്ഞ കാര്യമാ. വായിച്ചാട്ടെ. അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്ത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പലരും അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ആരൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് ജോസഫ് ആൻഡ് മാരി വാസ് ദർ. എന്താ നീ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ച് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അവർ ഗ്രഹിച്ചില്ല. അവർ എന്ന് പറഞ്ഞാൽ more than one people did not believe, or they did not understood what is happening. എന്നാൽ അടുത്ത വാക്യം എന്താ പറഞ്ഞത്? പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നോക്കണേ. But Mary did something. Whatever Jesus did, she pondered in her heart. ഈ സമയത്ത് എന്താ യേശു ചെയ്യുന്നത്? ഭയങ്കര പ്രീച്ചിങ് ആണോ? നോ. അമ്മ അപ്പനും പറഞ്ഞിട്ട് അടങ്ങിയിരുന്നു. ഒബീഡിയൻ. അടങ്ങിയിരിക്കുന്ന സമയത്തും ഷീ വാസ് പോണ്ടറിങ്, ഞാൻ എൻ്റെ രാജ്യത്തിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഞാൻ അപ്രകാരം ചെയ്യേണ്ടവനല്ലയോ എന്നാണ് അവിടെ യേശു പറയുന്നത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? ആ സമയത്ത് ഇരിക്കുന്നത് അപ്പനും അമ്മയും പറഞ്ഞത് അനുസരിച്ച് ഒബീഡിയൻ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ബട്ട് മാരി, ഷീ ഹേർഡ് ദ വോയിസ് ഓഫ് ജീസസ് ആൻഡ് ഷീ സെഡ് നോ. Maybe he is very obedient boy, but one day he is going to be. Hallelujah. യേശു പറഞ്ഞത് ഇന്ന് സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് അത് യേശു പറഞ്ഞത് അല്ല എന്നാകത്തില്ല. അതുപോലെ തന്നെ മാറ്റിവെക്കേണ്ടതല്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. അവൾ ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരുന്നു. ചിലരെ മനസ്സിലാകാതെ പോയപ്പോഴാ, അല്ലേ, ചിലത് കൺഫ്യൂസ്ഡ് ആയപ്പോഴാ, ഒരു യേശുവിൽ വിശ്വസിക്കുന്ന, അവൻ പറയുന്നത് മുഴുവനും വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അമ്മ മറിയ. എന്ത് ചെയ്തു? ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരുന്നു. ഇനി അടുത്തതാ, ഇത് കരുതിക്കൊണ്ടിരുന്നു, എന്നാൽ at the right time she will reveal Christ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കുഞ്ഞായിരുന്നപ്പോൾ കേട്ടതാണ്, അല്ലേ, 12 വയസ്സുള്ളപ്പോൾ കേട്ടതാണ്. എന്നാൽ അവളുടെ ഉള്ളിലുണ്ട്, തക്ക സമയത്ത് അവൾ എന്ത് ചെയ്യും? ഷീ വിൽ ബ്രിങ് ഗ്ലോറി ടു ഗാഡ്. ആമേൻ. ആൻഡ് ഹി വിൽ ഗിവ് യു ഓൾസോ ദ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു പോണ്ടർ, ഹല്ലേലൂയ, എവറിത്തിങ് ദാറ്റ് ജീസസ് ഹസ് ടോൾഡ് ഇൻ യുവർ ഹാർട്ട്, ഹല്ലേലൂയ, വൺ ഡേ യു വിൽ ഗ്ലോറിഫൈ ജീസസ്. ആമേൻ. ഹല്ലേലൂയ. എന്തുണ്ടായി? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ
സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ ഇതാ ഒരു നമ്മളിതൊക്കെ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. പിന്നെ കാനായിലെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കും. കാരണം അത് യേശുവിൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നതായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, മേരിയുടെ ആ വലിയ വിശ്വാസത്തെ കാണിക്കുന്ന ചില വാക്കുകളാണ് അവിടെ ഉള്ളത്. എന്താണ് മേരി ചെയ്തത്? അവിടെ അവളുടെ മകൻ, അവളുടെ കാര്യം മേരിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഹൂ എക്സാക്ട്ലി ജീസസ് ഈസ്, നോ വൺ എൽസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മേരി അറിയുന്നത് പോലെ നോ വൺ എൽസ് നോ ദാറ്റ് ഹീ ഈസ് ഗാഡ്. Hallelujah. But then she is humble. When the time come, she will reveal Christ. അപ്പോൾ തൻ്റെ മകൻ അങ്ങനെ ദൈവപുത്രനാണെന്നുള്ളത് അവൻ തനിക്ക് ഒബീഡിയൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും തച്ചൻ്റെ വേല ചെയ്യുമ്പോഴും അവൾക്കറിയാം ഹീ ഈസ്. ഹല്ലേലൂയ. എത്ര പേരുണ്ട് ദൈവം പ്രോമിസുകൾ തന്നിട്ടുണ്ട്, ദൈവം വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴും പോണ്ടർ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. We have to. If Jesus has told, no, I don't say if one prophet has told that will happen, but if Jesus has told you, hallelujah, that will happen. You listen to Jesus. Try to listen to Jesus. Amen. Hallelujah. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ മറിയ അത് വിശ്വസിച്ചു. പിന്നെയോ തക്ക സമയത്ത് ഷീ റോസ് അപ്പ്. കാനായിൽ കല്യാണമുണ്ടായപ്പോൾ എന്തുണ്ടായി? പെട്ടെന്ന് മറിയ എണീക്കുകയാണ്. ഒരു നീഡ് കണ്ടു അവിടെ. എന്താണ് നീഡ്? അവർക്ക് വീഞ്ഞില്ലാതെ, ദേ ആർ ഇൻ എ കൈൻഡ് ഓഫ് പാനിക് സിറ്റുവേഷൻ. അങ്ങനെ വന്നപ്പോൾ മേരി അത് കണ്ടു. മേരിക്കറിയാം എൻ്റെ കൂടെയുള്ളത് ദൈവപുത്രനാ. ആമേൻ. വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും. സോ ഷീ took that opportunity. And she is telling, coming to Jesus. Amen. ഇതുവരെ പറഞ്ഞോ ഇല്ലയോ എനിക്കറിയത്തില്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറഞ്ഞതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് പോയി ധൈര്യത്തോടെ പറയണം. ഇതുവരെ അങ്ങനെ ഒരു അത്ഭുതമോ ഒന്നും പറഞ്ഞത് കേട്ടിട്ടില്ല. എന്നാൽ ഇവിടുത്തെ കുറവ് കണ്ടപ്പോഴാ, ദൈവപുത്രനാകുന്നവൻ, രാജാവാകുന്നവൻ എൻ്റെ കൂടെയുണ്ട്, ഇന്നിവിടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മേരി, അവനെ അറിയാവുന്ന മേരി പറയുകയാണ് അവൻ്റെ അടുത്ത് വന്നിട്ട്, അവർക്ക് വീഞ്ഞ് ഇല്ല, പോരാതിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കറക്റ്റ് ആവശ്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് യേശുവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, ഇഫ് ജീസസ് ഡിഡ് നോട്ട് റെസ്പോണ്ട്. യേശു പറഞ്ഞു, അമ്മ എനിക്ക് എന്താ ഇപ്പോൾ എൻ്റെ സമയം വന്നിട്ടില്ല എന്നൊക്കെ യേശു പറഞ്ഞു. അപ്പോൾ അത്രയും പറഞ്ഞു ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ദെൻ he totally, he is God himself and she is just a woman. ഹല്ലേലൂയ. ഈ ദൈവം ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കണമോ എനിക്കറിയത്തില്ല. ബട്ട് she took a step, a bold step, because she was pondering all along what he has said. What Jesus said and what prophets told about Jesus. അങ്ങനെ അവൾ അവിടെ വെച്ച് പറയുകയാണ്, അവൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒരു അത്ഭുതം നടന്നിട്ടില്ല. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത്ഭുതങ്ങളിൽ ആദ്യമായിട്ട് അവൻ കാനായിലെ വെള്ളം അവൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈം ഷീ സ്റ്റുഡ് അപ്പ്. ഹല്ലേലൂയ. അവൾ യേശുവിൻ്റെ അടുക്കൽ പോയി കാര്യം പറഞ്ഞപ്പോൾ യേശു സമ്മതിക്കുമോ ഇല്ലയോ, ബട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ഐ നീഡ് ടു സ്പീക്ക് ഔട്ട്. അപ്പം അങ്ങനെ വന്ന് യേശുവിൻ്റെ അടുക്കൽ പോയി. അപ്പോൾ യേശു പറയുകയാണ്, എന്തെന്ന്? യേശു പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ദ ടൈം, എൻ്റെ ടൈം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും യേശു അത്ഭുതം പ്രവർത്തിച്ചാൽ നമ്മൾ കാണുന്നു. എന്താ കാര്യം എന്നറിയാമോ? ആക്ച്വലി ദ ടൈം ഹാസ് കം. The time has come. He won't do things at the wrong timing.
എന്നാൽ അത് ഹല്ലേലൂയ അമ്മ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അമ്മ പറയുകയാണ്, ദിസ് ഈസ് ദ ടൈം, നൗ യു ക്യാൻ ഗ്ലോറിഫൈ യുവർ സെൽഫ്. ആമേൻ. ഇതുവരെയും നീ എനിക്ക് അല്ലെങ്കിൽ അപ്പനെ ഒബീഡിയൻ്റ് ആയിട്ട് നീ അടങ്ങി തച്ചൻ്റെ പണിയുമെടുത്ത് നീ ഇവിടെ ഇരുന്നെങ്കിൽ, ദിസ് ഈസ് ദ ടൈം ദാറ്റ് യു നീഡ് ടു കം അപ്പ്. ഹല്ലേലൂയ. നിന്റെ ദൈവികത്വത്തെ പ്രൂവ് ചെയ്യേണ്ടതാണെന്ന് അവിടെ മറിയ വിശ്വസിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? മറ്റൊന്ന്, ഷീ വാസ് ലുക്കിംഗ് അറ്റ് ദ സിറ്റുവേഷൻ. ഇത് സംഭവിക്കുന്ന അതിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താ പറഞ്ഞേ? മൂന്നാം നാൾ. എന്തായി മൂന്നാം നാൾ? അതിൻ്റെ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? 2-3 ദിവസങ്ങളിൽ യേശു വരുന്നത് കണ്ട് ഹല്ലേലൂയ സ്നാപകയോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സമയം എന്തുണ്ടായെന്നറിയാമോ? അടുത്ത ദിവസം എന്തുണ്ടായെന്നറിയാമോ? അവൻ്റെ കൂടെ ശിഷ്യന്മാർ വരാൻ തുടങ്ങി. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ദാ കിടക്കുന്നു അന്ത്രയോസും പിന്നൊരാളും കൂടെ പോയി. അവൻ ചെന്ന് പത്രോസിനോട് പറഞ്ഞു, പിന്നെ ഫിലിപ്പോസിനെ കണ്ടു, നഥനിയേലിനെ കണ്ടു. ഈ 2 ദിവസത്തിനുള്ളിൽ അവൻ്റെ കൂടെ ആളുകൾ കൂടി. ഹല്ലേലൂയ. ഇത് കണ്ട് മറിയയ്ക്ക് മനസ്സിലായി. അതോ നിങ്ങൾ വായിച്ചാൽ അറിയാം, ആദ്യത്തെ ദിവസം ഈ അന്ത്രയോസൊക്കെ യേശുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞ് എവിടെ വന്നു? യേശുവിൻ്റെ അടുക്കൽ വന്ന് അന്ന് താമസിച്ചു. അമ്മ കണ്ടു. ഹല്ലേലൂയ. എന്താ? അവനെ പബ്ലിക്കിലേക്ക് ദൈവം ഇറക്കി തുടങ്ങിയെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇത്രയും നാള് ഹൃദയത്തിൽ ഹല്ലേലൂയ കരുതിക്കൊണ്ടിരിക്കുന്നവർക്ക് സമയം കണ്ടാൽ തിരിച്ചറിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തക്ക സമയം വന്നപ്പോൾ ഹല്ലേലൂയ അമ്മ പറഞ്ഞു, ഹല്ലേലൂയ ദിസ് ഈസ് ദ ടൈം ദാറ്റ് യു നീഡ് ടു ഗ്ലോറിഫൈ. ഹല്ലേലൂയ. അതുകൊണ്ട് തീർന്നില്ല. ഹല്ലേലൂയ. ഷീ മൂവ് ഫോർവേഡ്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. അവൾ പറഞ്ഞു, അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാർ. അപ്പോൾ യേശു പറഞ്ഞു എനിക്ക് സമയം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും കൂടെ അമ്മ എന്ത് പറഞ്ഞു? ആരോട്? ശിഷ്യന്മാർ. യേശുവിനേക്കാൾ ബെറ്ററായിട്ട് ആ അമ്മയ്ക്ക്, ബെറ്ററായിട്ടെന്ന് ഞാൻ പറയുന്നത് യേശുവിനും അറിയാമായിരുന്നു. എന്നാൽ ഒരാൾ കൈപിടിച്ച് തൻ്റെ അമ്മ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് ആ ശുശ്രൂഷയ്ക്ക് എന്നെ നിയോഗിക്കണമായിരുന്നു. അപ്പോൾ യേശു പറയുക, അപ്പോൾ അമ്മ പറയുക, നോ ദിസ് ഈസ് ദ ടൈം. കാരണം എന്താ? യേശു പറയുന്നു എനിക്ക് നിനക്കും തമ്മിൽ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കണം, അല്ലേ? ബട്ട് വാട്ട് ഡിഡ് മാരി ഡു? അമ്മ പോയിട്ട് ഹല്ലേലൂയ ആരോടാ പറയുന്നത്? ആരോടാ? സെർവൻസിനോട്. അതെങ്ങനെയാ? എന്തരെ സെർവൻസിനോട് പറയുന്നത്? യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞു പോയി. യേശു എന്താ ചെയ്യാന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയുന്നത്? ഷീ ഓൾറെഡി ന്യൂ, ലൈക്ക് ഹൗ ദ സിക്ക് വുമൺ പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാക്കുമെന്ന് അവൾ പറഞ്ഞതുപോലെ മറിയ, ഞാൻ വിശ്വസിക്കുന്നു മറിയ ഹൃദയത്തിൽ പറഞ്ഞു, അവൻ വെള്ളം അവന് വീഞ്ഞാക്കാൻ പറ്റും. അതുകൊണ്ട് അവൾ നേരെ പോയി ആരുടെ അടുത്തോട്ടാ? സെർവൻസിൻ്റെ അടുത്തോട്ട്, അല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച. ഷീ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഓണർഷിപ്പ്. ഇറ്റ് ഈസ് ഹിസ് ഗ്ലോറി. ഹല്ലേലൂയ. അവൾ പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? അത് അനുസരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ അവിടെ അവൾ അത് ചെയ്യുകയും ആ സെർവൻസ് അത് ഒബേ ചെയ്യുകയും അവിടെ ആദ്യമായി വെള്ളം വീഞ്ഞാക്കി, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ അവൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തി. ഇന്നും യേശുവിന് പറയാനുള്ളതല്ല, യേശുവിൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. ഞാൻ പറഞ്ഞുകൊണ്ടല്ല. എന്താ പറഞ്ഞേ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. എലിസബത്ത് അവളെ കുറിച്ച് എന്താ പറഞ്ഞേ? അവളോട് കർത്താവ് പറഞ്ഞത് സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
അവൾ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവളാ. അവളും മറ്റുള്ളവരോട് പറയുന്നത് നീ എന്തോ ചെയ്യണമെന്നാ. കർത്താവ് പറഞ്ഞാൽ നീ അത് ചെയ്യണം. ഹല്ലേലൂയ. അവൾ അത് ചെയ്തു. എന്തുണ്ടായി? അവൻ്റെ നാമം മഹത്വപ്പെടുത്തി. അവൻ്റെ നാമം മഹത്വപ്പെടുത്തി. ആരാണ് അതിന് കാരണക്കാരിയായത്? അമ്മ. അതുവരെയും ഹൃദയത്തിൽ പോണ്ടർ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കരുതിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഹിസ് മിനിസ്ട്രി ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ദ പബ്ലിക്. ഹീ ഈസ് ഗോയിങ് ടു ദ പബ്ലിക്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ പറഞ്ഞു വിശ്വാസത്തോടെ, വളരെ ബോൾഡായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശിഷ്യന്മാർ സെർവൻസിനോട് പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുവിൻ. എന്നിട്ട് യേശു ഒന്നും പറഞ്ഞില്ലെങ്കിലോ? You look at the situation. ഒന്നും പറഞ്ഞില്ലെങ്കിലോ? she became shameful. അല്ലേ? അമ്മ പറഞ്ഞിട്ട് പോലും മോൻ കേട്ടില്ല. ഇന്നത്തെ നമുക്കറിയാലോ അല്ലേ? അമ്മ പറഞ്ഞിട്ട് പോലും മോൻ കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നം തുടങ്ങും. ഇവരങ്ങനെ ആ മേരിയെക്കുറിച്ച് എനിക്ക് പണ്ടേ സംശയം ഉണ്ടെന്നൊക്കെ പറയും അല്ലേ? എന്നാൽ she know this is the right time that his name will be glorified. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരിക്കുന്നവൻ അറിയാം ഏതാണ് കറക്റ്റ് ടൈം എന്ന്. എനിക്കും നിങ്ങൾക്കും ദൈവമക്കളെ, നാം യേശു പറഞ്ഞത് വിശ്വസിച്ച് ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തക്ക സമയത്ത് നമ്മൾ, യേശു പറയും ഇത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ഞാനും നിങ്ങളും പറയും ദിസ് ഈസ് ദ ടൈം ജീസസ് അവർ എൽഡർ ബ്രദർ. ഹല്ലേലൂയ. ദ ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് മദർ മാരി. അവൾ വിശ്വസിച്ചു. അടുത്ത ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവിടെ അവൻ്റെ ഗ്ലോറി നമുക്ക് അവിടെ വായിക്കണം കേട്ടോ. നിങ്ങൾ സമയം എടുത്തതൊക്കെ വായിക്കണം. അവൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി എന്നവിടെ വായിക്കുന്നുണ്ട് ആദ്യമായി. ഇനി അടുത്ത ഇൻസിഡൻറ്റ് ഞാൻ മറിയയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഷീ വാസ് ലിവിങ് ബൈ ഫെയ്ത്ത്. ഷീ വാസ് എ റൈച്ചസ് പേഴ്സൺ. നമുക്കൊരു മോഡലാണ്. എനിക്കും നിങ്ങൾക്കൊരു മോഡലാണ്. പിൻപറ്റാൻ കഴിയുമെങ്കിൽ മറിയയെ പോലെ വിശ്വാസത്തിൽ പിൻപറ്റണം. ഹല്ലേലൂയ. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്, ഒരു പോസിബിലിറ്റിയും ഇല്ലാത്തിടത്ത്, ഹല്ലേലൂയ, കണ്ണടച്ച് വിശ്വസിച്ച്, ഹല്ലേലൂയ, അത്ഭുത പ്രവൃത്തികൾ കാണാനായിട്ട്, ഹല്ലേലൂയ, തൻ്റെ മകനെ, ഹല്ലേലൂയ, ദൈവം എന്തിനു വേണ്ടി പറഞ്ഞോ അത് മുഴുവൻ അവളുടെ ഉള്ളിലുണ്ട്. ഇവൻ രാജാവാകും, ഇവൻ രക്ഷകനാകും, ഹല്ലേലൂയ, ഇവൻ സകല ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാകും. ഇതൊക്കെ ഉള്ളിൽ കരുതിയിരിക്കുക. അതെങ്ങനെയാ മനസ്സിലായത്? ഞാൻ ഒരു വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയുടെ സഹോദരിയും ക്ലെയോപാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഒറ്റ വാക്യമുള്ളൂ. എന്താ മനസ്സിലായത്? യേശു ആ കുരിശിൻ്റെ അരികെ അമ്മ നിന്നിരുന്നു, വേറെ 2-3 പേര് നിന്നിരുന്നു. എന്നാൽ ഈ ബൈബിൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ അമ്മ എന്താ പറഞ്ഞതെന്ന്? ഏതെങ്കിലും ഒരു അമ്മയുണ്ടോ മിണ്ടാതിരിക്കുന്നത്? തൻ്റെ മകൻ ക്രൂശിക്കപ്പെടുമ്പോൾ, ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർ ഈ ലോകത്തിലുണ്ടോ? അവിടെ ഒരു അമ്മയുണ്ട്. അവൾക്കറിയാം he will die today but tomorrow he will rise again. Hallelujah. She was quiet. She didn't say anything. She was sad. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. But she was not murmuring. She had great faith. She heard the angel said he will be the king. Hallelujah. He will be the savior. Hallelujah. അമ്മ മിണ്ടാതിരുന്നു. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. വേറെ ആർക്കും അവിടെ മനസ്സിലായില്ല. പത്രോസിന് മനസ്സിലായില്ല, പീലാത്തോസിന് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ 2 പേർക്ക് മനസ്സിലായി, അമ്മയ്ക്കും മകനും മനസ്സിലായി. ഹല്ലേലൂയ, ദിസ് ഈസ് ഗോഡ്സ് വിൽ. അതുകൊണ്ട് അവൾ ഒരക്ഷരം മിണ്ടിയില്ല. ദ ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് മദർ മാരി. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയട്ടെ. ആ അമ്മയെപ്പോലെ വിശ്വസിക്കാൻ കഴിയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ദൈവസഭയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എന്താണ്? വായിച്ചാട്ടെ. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം 13-14.
അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരൻ. എവിടെയായിരുന്നു യേശുവിന്റെ അമ്മ മറിയ അന്നേരം? ദി അപ്പർ റൂം. ദി അപ്പർ റൂം. ഹല്ലേലൂയ. അവൾക്കറിയാം യേശുവിൻ്റെ അമ്മയാ. പരിശുദ്ധ ആത്മാവിനാൽ മകന് ജന്മം നൽകിയ അമ്മയ്ക്കറിയാം അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. നമ്മുടെ അമ്മമാരൊക്കെയാണെങ്കിൽ എന്തു പറയും? എൻ്റെ മേൽ ഇനി പുതിയ പരിശുദ്ധാത്മാവ് ഒന്നും വേണ്ട, കാരണം ഞാൻ ഓൾറെഡി മകന് ജന്മം നൽകിയതാ. എങ്ങനെ? പരിശുദ്ധാത്മാവ് അല്ലേ? നമ്മൾ പറയത്തില്ലേ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ യേശുവിന് ജന്മം നൽകിയതാ, ഇനിയും എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരണമെന്നോ? യെസ്. അമ്മയെ അല്ലെങ്കിൽ മറിയയെ ഹല്ലേലൂയ യേശുവിന് ഇവിടെ കടന്നു വരുവാൻ ഒരു പാത്രമായിട്ട് എടുത്തുന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ പത്രോസിനോടും ഹല്ലേലൂയ സ്തോത്രം മറ്റ് ശിഷ്യന്മാരോടും കൂടെ ഇരുന്ന ആ പെന്തക്കോസ്ത് നാളില് എന്ത് വേണമായിരുന്നു? പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണമായിരുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞതിൽ മുഴുവൻ വിശ്വസിക്കുന്നവർ. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. ആമേൻ. ഒരു വിശ്വാസിക്ക് ഹല്ലേലൂയ വേണ്ടുന്ന, അവൾ തൻ്റെ പൊങ്ങച്ചമോ താൻ ആരാണെന്നോ ഒന്നുമല്ല, അവൾക്ക് നല്ലപോലെ അറിയാം, അമ്മയ്ക്ക് നല്ലപോലെ അറിയാം എൻ്റെ പൊസിഷൻ എന്താണെന്ന്. നമുക്ക് അതുപോലുള്ള വിശ്വാസം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വാസമുണ്ടാകട്ടെ. ഒരുപക്ഷെ മറ്റാരെക്കാളും അധികം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നയാളാണ് അമ്മ. കാരണം എന്താണ്? തൻ്റെ ഉള്ളിൽ യേശു ഉരുവായത് പരിശുദ്ധാത്മാവാണെന്ന് ആ അമ്മയേക്കാൾ വ്യക്തമായി വേറെ ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഇനിയും തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആ അമ്മ വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഹല്ലേലൂയ നമ്മൾ മാറും. എന്ത് നടക്കുമെന്ന് നമ്മൾ അതിനൊരു വരമ്പിടണ്ട. We no need to put a line and say, oh, this only can be happen. No, anything can be happen. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവായെങ്കിൽ ഇന്ന് അവൻ കാൽവരിയിൽ യാഗമായ പിതാവിൻ്റെ ഹല്ലേലൂയ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങിയിട്ട് പെന്തക്കോസ്ത് നാളിൽ നമ്മുടെ മേലെ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നാം ഹല്ലേലൂയ ദൈവമക്കളായിട്ട് ജീവിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മയുടെ ആ വിശ്വാസത്തെ നമ്മളൊന്ന് ഒപ്പിയെടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. മേരി ചെയ്ത ഒരു വലിയ കാര്യം ഇതാണ്. എന്താണ്? ലോകത്തോട് മുഴുവൻ പറയുകയാണ്. ആ സെർവൻസിനോട് മാത്രമല്ല, മുഴുവൻ ലോകത്തോടും പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. ഇന്ന് ലോകത്തോട് മുഴുവനും അമ്മ മറിയ വിളിച്ചു പറയുന്നത് അതാണ്. ഞാൻ പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. എന്നെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ യേശുവിനോട് പറയുമായിരുന്നു, ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം വീഞ്ഞാക്ക്, അല്ലേ? അങ്ങനെയാണോ യേശു പറഞ്ഞത്? അല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ യേശു പറഞ്ഞതിന്മേലാണ് ഹല്ലേലൂയ മറിയ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ യേശുവിൻ്റെ അമ്മയെ പോലെ വിശ്വസിക്കാം. ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേ ചിലത് മനസ്സിലായില്ല എന്ന് വരും. സാരമില്ല, ഹൃദയത്തിൽ കരുതിക്കൊള്ളുക. തക്ക സമയത്ത് ഹല്ലേലൂയ നമ്മിലൂടെ അവൻ വെളിപ്പെടും. എങ്ങനെയാണോ ആ അമ്മയിലൂടെ യേശു ഹല്ലേലൂയ അന്ന് പ്രൊക്ലെയിംഡ് ആയത് ആദ്യമായി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിരാശകളൊക്കെ വരാം. വിശ്വസിക്കുക, അവൻ യാഗമായാലും ഒരു ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഒരു വാക്ക് പോലും അമ്മ അവിടെ ഉച്ചരിച്ചില്ല. ഷീ നോ വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലേ? ആമേൻ. നമ്മൾ പ്രത്യാശയുള്ളവരായി തീരുക. നാം ഹല്ലേലൂയ വചനം കേൾക്കുന്നവർ മാത്രമായിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുന്നവരായിട്ട്, യേശുവിൻ്റെ വചനമാണോ, യേശുവിൻ്റെ വാക്കുകളാണോ, 100% ഹീ ഈസ് ഹോളി.
ഹീസ് ഹോളി. അവനിൽ കറയില്ല, ഇല്ലാത്തത് പറയത്തില്ല, ഉള്ളത് മാത്രമേ പറയത്തുള്ളൂ. നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. മറിയ പറയുന്നു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? ഹല്ലേലൂയ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറഞ്ഞത്. തൻ്റെ ഭർത്താവിന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന സമയത്ത്, പഴയ ചരിത്രത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ആ അമ്മ വിശ്വസിക്കുകയാണ്, യേശു വരും, അവൻ രക്ഷകനായിരിക്കും, അവൻ ജനത്തെ വിടുവിക്കും, അവൻ രാജാവാകും, അവൻ മരിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിശ്വാസ ജീവിതം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഫെയ്ത്ത് ടു ഫെയ്ത്ത്. അവനെ രക്ഷകനായി, അവനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നാം നീതിമാനായെങ്കിൽ ആ നീതിമാൻ നടക്കേണ്ടുന്നൊരു വഴിയുണ്ട്, ബൈ ഫെയ്ത്ത്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഹല്ലേലൂയ ഒരു പാട്ടിൻ്റെ വരികൾ പാടി നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം.